2015 മുതൽ 11 വർഷമായി വിശ്വയോഗ ദിനാചരണം ലോകമെപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു ആചരണം മാത്രമല്ല, ശരിക്കും ഒരു ആഘോഷം തന്നെയാണ്. എല്ലാവരും യോഗയുടെ പ്രാധാന്യവും പ്രയോജനവും മനസ്സിലാക്കിക്കൊണ്ട് യോഗയുടെ പാത സ്വീകരിക്കുകയും നമ്മൾ 12ാമത്തെ അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിക്കുക. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് യോഗ ഫോർ THE എന്നാണ്. ആരോഗ്യത്തോടുകൂടിയുള്ള പ്രായമാകെന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെയും മെഡിക്കൽ സയൻസിൻ്റെയും എല്ലാം വളർച്ച കൊണ്ട് തന്നെ ആയുസ് കൂടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ആരോഗ്യം കൂടിയിട്ടുണ്ട് എന്നുള്ളത് ചോദിച്ചില്ലല്ലോ. അതിഥികൾ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഇവിടെ നടക്കുന്ന ഈ 12ാമത് ഇൻ്റർനാഷണൽ ഡേ ഓഫ് യോഗയാണ്. ഇത് സംഘടിപ്പിച്ച വിവിധ സംഘടനകളെയും വ്യക്തികളെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. നമുക്ക് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മാനവ സൗഹൃദവും അതിനേക്കാൾ മനുഷ്യർക്ക് സമാധാനം ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മുടെ ലോകം മുഴുവൻ മനുഷ്യരെല്ലാവരും ഒന്നായി സമാധാനമായി സുരക്ഷിതമായി കഴിയണമെന്ന് നമ്മൾ ഏറെ ആഗ്രഹിക്കും. നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഡോക്ടർ ശ്രീ KP നന്ദകുമാർ, ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ പാലക്കാട് MP ശ്രീ VK ശ്രീധരൻ, വേദിയിലുള്ള മീന സിസ്റ്റർ ഉൾപ്പെടെയുള്ള ബഹുമാന സഹസരുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ എല്ലാവർക്കും നമസ്കാരം. ഒരു കാലഘട്ടത്തിൽ പള്ളിക്കണമെന്ന് ആഹ്വാനം ചെയ്തിരുന്ന മുഴുവൻ ഭാരതീയ ധർമ്മങ്ങളും ലോകം മുഴുവൻ ഉൾക്കൊള്ളുന്നൊരു ഘട്ടത്തിലാണ് നാം ഇങ്ങോട്ട് ഒത്തുകൂടിയിട്ടുള്ളത്. നമ്മുടെ പാലക്കാട് നഗരസഭയുടെ പ്രിയപ്പെട്ട ചെയർമാനെ നമ്മുടെ യോഗശീലം വിജയ് കുമാർജി ഷോൾ അറിയിച്ചുകൊണ്ട് ആദരവ് നൽകുന്നതായിരിക്കും. ബ്രഹ്മകുമാരി മീനാദേവി മൊമെന്റോ നൽകി ആദരിക്കുന്നത്. ബഹുമാനപ്പെട്ട പ്രിയകരനായ MP, മറ്റു വൈസ്റ്റാവുകൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ എല്ലാവരും കൂടെ എത്തിച്ചേർന്നിരിക്കുന്നത് യോഗാ ദിനം, അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിക്കുന്നതാണ്. യോഗ എന്നത് വെറും ഒരു ശാരീരിക വ്യായാമമല്ല, അത് ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ, ആത്മാവിൻ്റെ ഒരു സമന്വയമാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പാരമ്പര്യമുള്ള നമ്മുടെ ഭാരതം ലോകത്തിന് സമ്മാനിച്ച ഒരു അമൂല്യമായ ഒരു സംഭവമാണ് യോഗ. ഡോക്ടർ ജിക്ക് വളരെയധികം നന്ദി. ഡോക്ടർ സാറിന് മൊമെന്റോ നൽകി ആദരിക്കുന്നതായിരിക്കും ബ്രഹ്മകുമാരി മീനാദേവി. അടുത്തതായിട്ട് ആശംസകൾ നൽകുന്നതിനായിട്ട് ഏറ്റവും ബഹുമാനായ യോഗാധ്യക്ഷൻ ഡോക്ടർ KP നന്ദകുമാർ സർ ഈ പരിപാടി ഇന്നോട് ഉദ്ഘാടനം ചെയ്ത പാലക്കാടിൻ്റെ ഏറ്റവും ബഹുമാനായ MP VK ശ്രീകണ്ഠൻ സർ, ഇവിടെ യോഗാദിന സന്ദേശം നൽകിയ ബഹുമാനപ്പെട്ട നഗരസഭയുടെ ചെയർമാൻ സ്മിതേഷ് സർ, അതുപോലെ നമ്മുടെ ബ്രഹ്മകുമാരീസിൻ്റെ മീന സിസ്റ്റർ, ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മൈ ഭാരത് ഈ ഒരു യോഗാ ദിനത്തിൽ സഹകരിക്കുന്നുണ്ട്. അപ്പോൾ വളരെ സന്തോഷം ഇന്നിവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു. ഇത്രയും നല്ലൊരു
നമുക്കൊരു വേദിയും കിട്ടി, ഇത്രയും നല്ല ഒരു ഓഡിയൻസ് ഉള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷം. വേദിയിലും സംസ്ഥാനങ്ങളിലും എല്ലാവർക്കും ഹാർദമായ നമസ്കാരം. അനേകം ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ശ്രീ പരമേശ്വരൻ സപ്തഋഷികൾക്ക് യോഗ ആദ്യമായി പറഞ്ഞു കൊടുത്ത ദിവസമാണ് ദക്ഷിണായത്തിൻ്റെ തുടക്കമായ ഈ സമ്മർ സോൾസ്റ്റിസായ ഈ ജൂൺ 21. അപ്പോൾ ആ ഒരു ദിനം നമ്മൾ അന്താരാഷ്ട്ര യോഗ ദിനമായിട്ട് നമ്മൾ ആചരിക്കാൻ തിരഞ്ഞെടുത്തത് വളരെ നല്ലൊരു കാര്യമാണ്. ഓം ശാന്തി. എല്ലാവർക്കും വിശ്വ യോഗ ദിനത്തിൻ്റെ ഹൃദയമഹങ്ക ആശംസകൾ. വീട്ടിലിരിക്കുന്ന പാലക്കാടിൻ്റെ ബഹുമാന്യനായ MP ഈ നഗരസഭയുടെ ചെയർമാൻ, ബഹുമാന്യനായ അധ്യക്ഷയും വിശിഷ്ട അതിഥികൾ, നമ്മളെല്ലാവരും ഇന്ന് യോഗ ചെയ്യാൻ വേണ്ടി എത്തിയവരാണ്. എങ്കിലും ശ്രീലകി സാറിൻ്റെ സങ്കല്പം അനുസരിച്ച് ഒരു സെൻറ്റൻസ് നിങ്ങളോട് എല്ലാവരോടും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാൻ. യോഗം ആ വാക്കിൻ്റെ പേരിൽ തന്നെ യോജിപ്പെന്നത്. ഓംകാരേശ്വര ശ്രീഹരി നരഹരി ഈ ലോകാത്മകനേ, വൈകുണ്ഠേശ്വര നളിന നയന അലിയൂ മണിമയനേ, ജയ സർവ ദുഃഖ ഭയനാശക പരകോടി വരമുത്തു വിതറിനി, വേദാന്തനേ പ്രിയ കീർത്തന നിറവാന മേഘമായി വിലസീനി, അളകനന്ദ ജല സംഗീതം ശ്രീഹരി നാമം കനക സൂര്യനിവനാണല്ലോ അതിലറിയാനീ സ്ഥാനം. നമസ്കാരം മുദ്ര. സങ്കോരക പതുക്കെ താഴത്തേക്ക് കൊണ്ടുവരിക. രേചകം വീണ്ടും നമ്മൾ സെന്ററിലേക്ക് കൊണ്ടുവരിക. രണ്ട് കൈയും ശരിപ്പോട് ചേർത്ത് വെക്കുക. രണ്ട് കൈയും മുന്നിലൂടെ അങ്ങനെ മുകളിലേക്ക് ഉയർത്തുക. പൂരകം വലിച്ച് ഒന്ന് സ്ട്രെച്ച് ചെയ്യും. സൈഡിലൂടെ രേചകം ക്ലോസ് ചെയ്യും. ഇത് ആവർത്തിക്കാം. പൂരകം രേചകം പൂരകം രേചകം. നിർത്തി. ഇതിൽ ഫിനിച്ച് ചെയ്യാം. സൈഡിലൂടെ മുകളിലേക്ക് പൂരകം, മുന്നിലൂടെ രേചകം. ആവർത്തിക്കാം. പൂരകം രേചകം പൂരകം രേചകം. ഇനി ഇവിടെ അരക്കെട്ട്. ഇനി നമ്മൾ ഒരു ഫോർവേഡ് ബെൻഡ് ആസനമാണ്, പാദഹസ്താസനം. നമുക്ക് സാധിക്കുന്നത് പോലെ ശരീരത്തിൽ മുന്നിലേക്ക് ബെൻഡ് ചെയ്യിക്കാം. കാൽമുട്ട് മടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കാം. ആർക്കെങ്കിലും ഹിപ്പ് വേദന ഉണ്ടെങ്കിൽ അവർക്ക് മുട്ടുമടക്കും. ഭുജംഗാസന. രണ്ട് കൈപ്പത്തികളും നെഞ്ചിന്റെ രണ്ട് സൈഡില് കവിഴ്ത്തി വെക്കുക. കൈ കൊട്ട് ക്ലോസ് ചെയ്യുക. ഇനി നമ്മള് മെല്ലെ നമ്മുടെ മുഖവും നെഞ്ചും മാത്രം ഉയർത്തുക, അതിൽ കൂടുതൽ ഉയർത്തരുത്. പൂരകം
അവിടെ ഇരിക്കാം. 1 2 3 4 5. പതുക്കെ രേജകം. ശാന്തി. എല്ലാവർക്കും ധ്യാനം ചെയ്യാം. ധ്യാനത്തിലൊരിട്ട് കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക. ഒപ്പം നമ്മുടെ മെഡിറ്റേഷനിൽ നമ്മുടെ മനസ്സും ബുദ്ധിയുമാണ് ഉപയോഗിക്കുക. മനസ്സ് ചിന്തിക്കാനുള്ള ശക്തിയാണ്. ബുദ്ധി വിഷ്വലൈസേഷൻ, ചിത്രം നിർമ്മി. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ശാന്തി ശാന്തി ശാന്തി.